പലപ്പോഴും പഠന പ്രശ്നമുള്ള കുട്ടികളായിട്ട് വരുമ്പോൾ പാരന്റ്സ് പറയുന്ന ഒരു മെയിൻ കംപ്ലൈന്റ് ആണ് ഇവന് പഠിക്കാൻ ഭയങ്കര മടിയാണ്, പക്ഷെ ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഉഷാറാണ് എന്നുള്ളത്. അതായത് ഫോൺ ഉപയോഗിക്കുന്നിടത്തായിക്കോട്ടെ, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിക്കോട്ടെ, മറ്റു ആൾക്കാരുടെ ഇടപഴകുന്നത്, വീട്ടിൽ സഹായിക്കുന്നത് എന്നുള്ള എല്ലാ മേഖലയിലും എക്സലന്റ് ആയിരിക്കും. പക്ഷെ പഠനത്തിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു മടി അല്ലെങ്കിൽ ഒരു അലസത കാണിക്കുന്നു എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ മാത്രമായിരിക്കും പ്രശ്നം വരുന്നത്, ബാക്കിയുള്ള ഒരു മേഖലയിലും അത് ആ കുട്ടീനെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ബിക്കോസ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുത്ത്, വായന, കണക്ക് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കുന്നത് എന്നിവയെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പഠനവൈകല്യം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് ഐക്യുവിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. അതായത് അവർക്കൊരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ഇന്റലിജൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഇവരെ മറ്റു കുട്ടികളിൽ നിന്നും ഡിഫറെന്റ് ആക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ ബ്രെയിൻ ഇൻഫോർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എഴുത്ത്, വായന എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.